ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 3rd ടേം റിവിഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു റിവിഷനിലൂടെ മൂൺസ് ആൻഡ് സ്റ്റാർസ് മിക്സ് ആൻഡ് സെപ്പറേറ്റ് ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് ഈ 3 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളും അതേപോലെ തന്നെ മുൻ വർഷത്ത് പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ ലെറ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് 8 മൂൺസ് ആൻഡ് സ്റ്റാർസ്. മൂൺസ് ആൻഡ് സ്റ്റാർസിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ടോപ്പിക്സ് സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റത്തെ നമ്മൾ കണ്ടല്ലോ, സ്റ്റാർസിനെ നോക്കി ആ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ പഠിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ എർത്ത് ദ സൺ ദ മൂൺ ആർ സെലസ്റ്റിയൽ ബോഡീസ്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? എർത്തും സണ്ണും മൂണും. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രധാനമായും സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത്. ദേ ആർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അവരുടെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ആണ്. ദേ എക്സിസ്റ്റ് ഇൻ സോളാർ സിസ്റ്റം. അവർ സോളാർ സിസ്റ്റത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൽ നിന്ന് എർത്തിനെ കുറിച്ചും മൂണിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്ഫെറിക്കൽ ബോഡീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദ എർത്ത്, ദ സൺ, ദ മൂൺ ആർ സെലസ്റ്റിയൽ ബോഡി. ദേ ആർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ദേ എക്സിസ്റ്റ് സോളാർ സിസ്റ്റം. ദ സൺ ഈസ് എ സ്റ്റാർ. ഇനി നമുക്കറിയാം, സൺറൈസ് ആൻഡ് സൺസെറ്റ് ആർ ഒക്കേർഡ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഈ എർത്തിൻ്റെ ഈ റൊട്ടേഷൻ മൂലമാണ് സൺറൈസും സൺസെറ്റും ഉണ്ടാകുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. സൺറൈസ് ആൻഡ് സൺസെറ്റ് ആർ ഒക്കേർഡ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സൺറൈസും സൺസെറ്റും ഉണ്ടാകുന്നത് റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ്. ഇത് വേണമെങ്കിൽ ട്രൂ ഓർ ഫോൾസോ അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ഇത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി വേറൊരു പോയിൻ്റ് എന്താണ്? The earth spins from west to east. It is due to the earth's rotation that day and night continuously appears. അത് ഇതിൻ്റെ വേറൊരു പോയിൻ്റാണ്. അതായത് സൺസെറ്റും സൺറൈസും ഉണ്ടാകുന്നത് റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന പോലെ തന്നെ എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റും ഉണ്ടാകുന്നത്. അതൊക്കെ സെയിം പോയിൻ്റ് തന്നെയാണ്. ദ എർത്ത് സ്പിൻസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഓക്കെ, വെസ്റ്റ് ടു ഈസ്റ്റ്. ഇനി അടുത്ത പോയിന്റ് പഠിക്കാം. ദ പൊസിഷൻ ഓഫ് ദ മൂൺ അപ്പിയേഴ്സ് ടു ചേഞ്ച് ബിക്കോസ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത്. മൂൺ കംപ്ലീറ്റ് 1 revolution അറൗണ്ട് ദ എർത്ത് ഇൻ 27/3 ഡേയ്സ്. അപ്പം മൂന്ന് ഒരു റെവല്യൂഷന് പൂർത്തിയാക്കുന്ന ടൈമാണ് 27/1/3. ഇതാണ് 27/1/3 ഡേയ്സ്. അതൊരു പോയിൻ്റാണ്. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഒരു വാക്സിങ് ആൻഡ് വാനിങ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്താണ് കറക്റ്റ് വാക്സിങ് വാനിങ് എന്ന് കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ചിത്രമൊക്കെ തരും. ഇവിടെ കണ്ടല്ലോ, ഈ 2 ഫിഗറുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഷേപ്പ് ഓഫ് ദ മൂൺ ചേഞ്ചസ് എവറി ഡേ അലോങ് വിത്ത് ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അപ്പോൾ ഷേപ്പ് ഓഫ് ദ മൂൺ ചേഞ്ചസ് എവറി ഡേ. മൂണിൻ്റെ ഷേപ്പ് ഓരോ ദിവസവും ചേഞ്ച് ചെയ്യാണ്. സം ടൈംസ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ക്രസൻറ്റ്, സം ടൈംസ് ആസ് എ ഫുൾ സർക്കിൾ. ചിലപ്പോൾ ഇത് ചെറിയൊരു ഭാഗമായിട്ട്, ചിലപ്പോൾ ഒരു ഫുൾ സർക്കിളായിട്ടൊക്കെ നമുക്ക് കാണാം. ഓക്കെ, വിച്ച് ഫിഗർ ഷോസ് ദ വാക്സിങ് ഓഫ് ദ മൂൺ? വാട്ട് ഈസ് വാക്സിങ് ഓഫ് ദ മൂൺ? ഇതിൽ ഏതാണ് വാക്സിങ്, ഏതാണ് വേനിങ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റത്താണ് വാക്സിങ്. വാക്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാക്സിങ് ഓഫ് ദ മൂൺ ഈസ് ദ ഗ്രാജുവൽ ഗ്രോത്ത് ഫ്രം ക്രസറ്റ് ടു എ ഫുൾ സർക്കിൾ. ഇത് കണ്ടല്ലോ, ഗ്രാജുവൽ ഗ്രോയിങ് ആണ്. അങ്ങനെ വളർന്ന് ഒരു ഫുൾ മൂണായി മാറുകയാണ്. ആ ഒരു പ്രൊസീജിയറിനെയാണ് വാക്സിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് തന്നെയാണിത്. പിന്നെ അടുത്തത് വിച്ച് ഫിഗർ ഷോസ് ദ വേനിങ് ഓഫ് ദ മൂൺ? വാട്ട് ഈസ് വേനിങ്? അതാണ് ഇത്. അതെന്താണ് വാട്ട് ഈസ് വേനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ വേനിങ് ഓഫ് ദ മൂൺ ഈസ് ദ ഗ്രാജുവൽ ഡീക്കേയിങ് ഫ്രം ഫുൾ സർക്കിൾ ടു ക്രസൻറ്റ്. ക്രസൻറ്റ് ടു ഫുൾ, ഇവിടെ ഫുൾ ടു ക്രസൻറ്റ്. അതാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ ഫോർ വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ദ മൂൺ? അപ്പോൾ വാക്സിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി, വെയിനിങ് എന്താണെന്ന് മനസ്സിലായി.
പക്ഷേ ഇത് തമ്മിൽ ഇതിനൊക്കെ റീസൺ എന്താണ്? ദ ഡിഫറൻസ് ഇൻ ദ വിസിബിലിറ്റി ഓഫ് ദ ലൈറ്റഡ് ആൻഡ് ഡാർക്ക് ഏരിയാസ് ഓഫ് ദ മൂൺ വെൻ ഒബ്സർവ്ഡ് ഫ്രം ദ എർത്ത് ഈസ് ദ റീസൺ ഫോർ വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ദ മൂൺ. അപ്പോൾ ഇതിനൊക്കെ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ഇൻ ദ വിസിബിലിറ്റി ഓഫ് ലൈറ്റഡ് ആൻഡ്, അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വിസിബിലിറ്റിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. വെൻ ഒബ്സർവ്ഡ് ഫ്രം ദ എർത്ത് ഈസ് ദ റീസൺ ഫോർ വാക്സിങ് ആൻഡ് വെയിനിങ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഈ ഫിഗേഴ്സ് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ക്രസൻറ്റ് ടു ഫുള്ളും ഫുൾ ടു ക്രസൻറ്റും ആണ്. ഇതാണ് വാക്സിങ് ആൻഡ് വെയിനിങ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത്, ദ സ്റ്റാർ ദാറ്റ് ഈസ് വിസിബിൾ ഇൻ എ ഡേ ടൈം. ഡേ ടൈമിൽ വിസിബിൾ ഉള്ള സ്റ്റാർ ഏതാണ്? ഡേ ടൈമിൽ വിസിബിൾ ഏതാണ്? ഇതിലേതാണ്? നമുക്കറിയാം സണ്ണാണ്. സണ്ണിനെയല്ല നമ്മൾ ഡേ ടൈമിൽ കാണുന്നത്. അപ്പോൾ ദ സ്റ്റാർ ദാറ്റ് ഈസ് വിസിബിൾ സണ്ണാണ്. ഇനി അടുത്തത്, പുട്ട് ടിക്ക് മാർക്ക് ഓർ റോങ് മാർക്ക് ടുവേർഡ്സ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശരിയാ തെറ്റോ നിങ്ങളോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ, ദ സൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ. സണ്ണാണ് ഏറ്റവും വലിയ സ്റ്റാർ അല്ല. സൺ ഈസ് എ ബിക്കോസ്, അത് തെറ്റാണ്. എവരി സ്റ്റാർ ഹാസ് എ ട്രാൻസ്ലേറ്ററി മോഷൻ. അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത്, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ആക്യുറേറ്റ്ലി ബൈ യൂസിങ് ദ ഓറിയൻ കോൺസ്റ്റലേഷൻ. അതും ശരിയാണ്. അത് നമുക്ക് ടിക്കിടാം. ദ ഡ്യൂറേഷൻ ഓഫ് എ ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ മൂൺ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓൺ ദ എർത്ത്. അത് തെറ്റാണ്. വൈ ഈസ് ദ മൂൺ നോട്ട് വിസിബിൾ ഡ്യൂറിങ് ന്യൂ മൂൺ ഡേയ്സ്? എന്തുകൊണ്ടാണ് മൂൺ വിസിബിൾ അല്ലാത്തത്? ന്യൂ മൂൺ ഡേയ്സിൽ എന്തുകൊണ്ടാണ് വിസിബിൾ അല്ലാത്തത്? എന്തുകൊണ്ടാണ്? ഓൺ ദ ന്യൂ മൂൺ ഡേ ദ ലൈറ്റഡ് ഫേസ് ഓഫ് ദ മൂൺ ഈസ് കംപ്ലീറ്റ്ലി ടേൺഡ് ടുവേർഡ്സ് ദ സൺ. ന്യൂ മൂൺ ഡേയിൽ എന്താ സംഭവിക്കുന്നത്? ലൈറ്റഡ് ഫേസ് ഓഫ് ദ മൂൺ, മൂണിൻ്റെ ലൈറ്റഡ് ഫേസ്, കാണുന്ന ഫേസ് കംപ്ലീറ്റ്ലി ടേൺ ടുവേർഡ്സ് ദ സൺ. കംപ്ലീറ്റ്ലി എങ്ങോട്ടാണ്? സണ്ണിനെ നോക്കിയിരിക്കുകയാണ്. ദ ഹോൾ ഡാർക്ക് ഏരിയ ഈസ് ഫേസ്ഡ് ടുവേർഡ്സ് ദ എർത്ത്. അപ്പോൾ ഡാർക്ക് ഏരിയ, നല്ല പ്രകാശമുള്ള ഭാഗം മുഴുവൻ സണ്ണിനെ നോക്കിയിരിക്കുകയും ഡാർക്ക് ഏരിയ ആണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. സോ ദ മൂൺ ഈസ് നോട്ട് വിസിബിൾ ടു അസ്. നമുക്ക് കാണുന്നില്ല. ഒന്നുകൂടി പറയാം. ഓൺ ദ ന്യൂ മൂൺ ഡേ ദ ലൈറ്റഡ് ഫേസ് ഓഫ് ദ മൂൺ ഈസ് കംപ്ലീറ്റ്ലി ടേൺഡ് ടുവേർഡ്സ് ദ സൺ. ദ ഹോൾ ഡാർക്ക് ഏരിയ ഈസ് ഫേസ്ഡ് ടുവേർഡ്സ് ദ എർത്ത്. സോ ദ മൂൺ ഈസ് നോട്ട് വിസിബിൾ ടു അസ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പിക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഗിവൺ ബിലോ ആർ ദ പൊസിഷൻ ഓഫ് ദ മൂൺ അറ്റ് എ ടൈം ഓഫ് സൺസെറ്റ് ഒബ്സർവ്ഡ് ബൈ എ boy on a tree different. Is there any change in the position of the moon? Why? ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന്. ഓക്കെ, the position of the moon appears to change because of the revolution of the moon around the earth. ഇതിൽ ചേഞ്ച് അപ്പിയർ ആകുന്നുണ്ടല്ലോ, ഓരോ നേരവും ചേഞ്ചസ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത്. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ദ മൂൺ. മൂൺ കംപ്ലീറ്റ്സ് one revolution around the earth in 27 1/3 days. Okay, ഇനി അടുത്ത് നോക്കാം. Even though the sun light falls on the moon always, we cannot see moon on certain occasion. അത് നമ്മളിപ്പോൾ പറഞ്ഞു ന്യൂ മൂൺ ഡേയിൽ എന്തൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ന്യൂ മൂൺ ഡേ. ഇനി അടുത്തത്, ദ മൂൺ ഹാസ് സ്പിൻ റൊട്ടേഷൻ ആസ് വെൽ റെവല്യൂഷൻ. സ്റ്റിൽ വി സീ വൺ ഫേസ് ഓഫ് ദ മൂൺ. വൈ? നമുക്ക് മൂണിന് റൊട്ടേഷനും ആസ് വെൽ റെവല്യൂഷനും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ഫേസോളും നമ്മൾ കാണുന്നത് ചന്ദ്രനെ. അതെന്തുകൊണ്ടാണ്? ഇറ്റ് ടേക്സ് ദ സെയിം ടൈം ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ദാറ്റ് ഈസ് വൈ ഓൺലി വൺ ഫേസ് ഓഫ് ദ മൂൺ അപ്പിയേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ എർത്ത് ഓൾവേസ്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി പെക്യുലാരിറ്റീസ് ഓഫ് സ്റ്റാർസ് ആണ്. എന്താണ്? ദേ ആർ ട്വിങ്കിങ്, ദേ ആർ ബിഗ് സൈസ്, ചേഞ്ചിങ് ദെയർ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു other stars. They do not twinkle, comparatively small in size, do not change their position in respect to other stars. അപ്പം പ്ലാനറ്റ്സും സ്റ്റാർസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. സ്റ്റാർസ് എപ്പോഴും ട്വിങ്കിൾ ചെയ്യുന്നതാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. പിന്നെന്താണ്? അവർ ബിഗ് സൈസാണ്. പിന്നെന്താണ്? അവരുടെ സ്റ്റാർസിൻ്റെ പൊസിഷൻ മാറ്റും.
പിന്നെ പ്ലാനറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ദേ ഡു നോട്ട് ടിങ്കിൾ, ടിങ്കിൾ ടിങ്കിൾ സ്റ്റാർ അല്ല, ടിങ്കിൾ ടിങ്കിൾ നോൺ ടിങ്കിൾ പ്ലാനറ്റ് ആണ്. പിന്നെ വലിയ സൈസൊന്നുമില്ല, സ്മോൾ സൈസാണ്. ഡു നോട്ട് ചേഞ്ച് ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു അത്. ഇത്രയാണ്. അപ്പോൾ പിന്നെ വേറൊരു ഇതാണ് നമ്മൾ ആ ലാസ്റ്റ് പാർട്ടിൽ പഠിച്ചല്ലോ, നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർ മാപ്പൊക്കെ പഠിച്ചു. ഓക്കെ, ലാസ്റ്റ് കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ കോൺസ്റ്റലേഷൻ്റെ. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് കോൺസ്റ്റലേഷൻ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. അപ്പോൾ ഇതെന്താണ് ഫസ്റ്റ് വൺ? ഓറിയൺ. ഓക്കെ, അത് നമുക്ക് എഴുതാം. ഇനി അടുത്ത ഇതെന്താണ്? ഇത് ഏത് കോൺസ്റ്റലേഷൻ? സപ്തർഷീസ്. എന്താണ്? സപ്തർഷീസ്. ഓക്കെ, സപ്തർഷീസ്. ഇനി നെക്സ്റ്റ് ഏതാണ്? സ്കോർപ്പിയസ്. ഓക്കെ, ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് യൂണിറ്റിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യാണ്. മണിക്കൂറുകൾ നിങ്ങൾ ഈ ഫോണിൽ ഇങ്ങനെ നിൽക്കുന്നതിനെക്കാട്ടിയും നല്ലത് കുറച്ച് പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് വായിച്ച് പഠിക്കണം. കാരണം കുറച്ച് നമുക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. പ്രിഫറൻസ് എപ്പോഴും മൊബൈൽ ഫോണിനോ അല്ലെങ്കിൽ ചാനലിനോ കൊടുക്കരുത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ തരുന്ന എങ്ങനെയാണ് വരിക അതിനൊക്കെ ആ ബുക്ക് വായിക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. യൂണിറ്റ് 9 മിക്സ് ആൻഡ് സെപ്പറേറ്റ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ പേജ് നമ്പറൊക്കെ എടുത്ത് നോക്കുക. അവിടെ കുറേ കുട്ടികൾ അങ്ങനെ അരിച്ചും പെറുക്കിയൊക്കെ കളിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിന് നമ്മൾ മിക്സ് ചെയ്യുക. അതേ ചാപ്റ്ററിൻ്റെ ഒരു ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിയ അരിയൊക്കെ അവർ പെറുക്കാണല്ലേ, ക്യാൻഡീസൊക്കെ പെറുക്കാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതും അതേപോലെ സെപ്പറേറ്റും, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് റിട്ടൈനിങ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഇസ് നോൺ ആസ് ഇറ്റ്സ് മോളിക്യൂൾ. അപ്പോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള അതിൻ്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റൻസസ് എല്ലാം എന്താണ്? മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയാണ്. അതൊരു ഫസ്റ്റ് പോയിൻ്റാണ്. അതിവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് റിട്ടൈനിങ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. ഈ രണ്ട് പോയിൻ്റാണ് നമ്മൾ മോളിക്യൂളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാനാണ്. ഇനി ഇതിന് പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പം നമ്മൾ സബ്സ്റ്റൻസ് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മോളിക്യൂൾസ് കൊണ്ടാണ് സബ്സ്റ്റൻസ് ഉണ്ടായത്. അപ്പോൾ അതിൽ തന്നെ സബ്സ്റ്റൻസിൽ തന്നെ പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്, അതേപോലെ മിക്സറും ഉണ്ട്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവറായത്, അതിൽ വേറെ ഒരു കലർപ്പും മായവും ഇല്ല. അതാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിലെന്താണ്? ഒന്നുമില്ല. അതിലിപ്പോൾ ഒരു ഷുഗർ ക്യാൻഡി ആണെന്ന് വെച്ചില്ല, അതിൽ ഷുഗർ മാത്രമേ ഉണ്ടാവൂ. ഉപ്പ് പൊടി എടുത്തിൻ്റെ ഉപ്പിൻ്റെ രസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അലൂമിനിയം എടുത്ത് നോക്കുക, അലൂമിനിയത്തിൽ അലൂമിനിയം മാത്രമേ കാണുള്ളൂ. അതേസമയം നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുത്ത് നോക്കൂ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഷുഗർ മാത്രമാണോ? എല്ലാ ഷുഗറും ഉണ്ട്, വെള്ളവുമുണ്ട്, വാട്ടറും ഉണ്ട്. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ സബ്സ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. ഇഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഇറ്റ് ഈസ് നോൺ ആസ് എ പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ ഗോൾഡ് എന്നൊക്കെ പറയുന്നില്ലേ. ഓക്കെ, ഗോൾഡ്, പ്ലാറ്റിനം, കോപ്പർ, ഷുഗർ, സിൽവർ, പൊട്ടാസ്യം, ഇതൊക്കെ പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെയും കുറേ ഐറ്റംസ് തരും. ഇതിൽ പ്യുവർ സബ്സ്റ്റൻസ് ഏതാണ്, മിക്സ്ചർ ഏതാണെന്ന് വേർതിരിച്ച് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. ഗോൾഡ്, പ്ലാറ്റിനം, കോപ്പർ, ഷുഗർ, സിൽവർ, പൊട്ടാസ്യം, ബേക്കിംഗ് സോഡ, ഓക്സിജൻ, ഇതൊക്കെ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഗ്ലിസറിൻ, ഇതൊക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ഓസോൺ, നൈട്രജൻ ഇവയൊക്കെ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പിന്നെ നമ്മൾ അടുത്ത പഠിക്കുന്ന ആരാണ്? മിക്സറാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന മിക്സർ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. മിക്സർ അതിലെന്തെല്ലാം ഉണ്ടാവും? കടല ഉണ്ടാവും, പല സാധനങ്ങളും ഉണ്ടാവും, അവിലുണ്ടാവും, ഒക്കെ കടല പെറുക്കി
നിർത്തുന്ന ടീംസ് വരെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മിക്സ്ചർ എന്ന് പറയുന്നത്? എന്താണ് മിക്സ്ചറാണ്, പല സാധനവും അതിലുണ്ടാവും. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്യുവർ നല്ല എന്താണ് പരിശുദ്ധം എന്നൊക്കെ പറയുന്ന മാതിരി പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പ്യുവർ 916 ഗോൾഡ് എന്ന് ഓരോ പരസ്യത്തിൽ കാണാം. അപ്പോൾ മിക്സ്ചർ എന്ന് പറയുമ്പോൾ അതിൽ പല കണ്ടൻസും ഉണ്ട്. ഷുഗർ, സെല്ലുലോസ്, സോഡ വാട്ടർ, എയർ എന്ന് പറയുമ്പോൾ എന്താണ്, എയറിൽ പല സബ്സ്റ്റൻസും ഇല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഈ മിക്സ്ചറിൽ തന്നെ 2 ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ഡിവിഷനായിട്ട് വരികയാണ്. ആദ്യം നമ്മൾ മോളിക്യൂൾസ് പഠിച്ചു, ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്ന മോളിക്യൂളെ, പിന്നെ അതിൽ നിന്ന് സബ്സ്റ്റൻസിന് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും ഉണ്ട്. ഈ മിക്സ്ചറിൽ തന്നെ 2 ആളുണ്ട്. ഒന്നുണ്ട് ഹോമോജീനിയസ് മിക്സ്ചറും അതേപോലെ ഹെട്രോജീനിയസ് മിക്സ്ചറും. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ്സ് the same property throughout that mixture is called a homogeneous mixture. ഇപ്പോൾ ഒരു മിക്സ്ചർ എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ ഏത് സ്ഥലം നോക്കിയാലും ഏത് ഭാഗത്ത് നോക്കിയാലും ഒരേ സ്വഭാവമാണ്, സെയിം പ്രോപ്പർട്ടി ആണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് വേറൊരാളും കൂടിയുണ്ട്, ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിന് നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സാൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം. ഓക്കെ, അത് നമ്മൾ ഏത് താഴെ നോക്കിയാലും, മുകളിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നോക്കിയാലും താഴെ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നോക്കിയാലും ഒക്കെ നമ്മൾ എന്താ കിട്ടുക? ഉപ്പുവെള്ളം തന്നെയാണ് നമുക്ക് കിട്ടുക, സാൾട്ട് വാട്ടർ തന്നെയാണ് കിട്ടുക അല്ലേ. അതേപോലെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കരിങ്ങാലി വെള്ളമില്ലേ, അതും നമ്മൾ താഴേന്നും മേലേന്നും ഒക്കെ എടുത്ത് ഓരോ സ്പൂൺ എടുത്ത് കുടിച്ചാലും നമുക്ക് സെയിം പ്രോപ്പർട്ടിയാണ് കിട്ടുക. ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ്സ് different properties in different parts, that mixture called heterogeneous mixture. അപ്പം മിക്സ്ചർ പല സ്ഥലത്തും പല സ്വഭാവം കാണിക്കുക, അതാണ് ഓന്തിൻ്റെ സ്വഭാവം പോലെ. ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്, ദാറ്റ് മിക്സ്ചർ ഈസ് കോൾഡ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പോൾ അതിനുദാഹരണമാണ് മിക്സ്ചർ ഫ്രം എ ബേക്കറി. അത് തന്നെ അതിനൊരു എക്സാമ്പിളാണ് മിക്സ്ചർ ഫ്രം എ ബേക്കറി. പല മിക്സ്ചറിൻ്റെ ഒരു ഭാഗത്ത് നിന്നെടുത്താൽ അല്ലെ കടലിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് നിന്നാൽ അവിലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ എന്തൊക്കെ നൂല് പോലത്തെ സപ്പോർട്ട് കടലി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പല ടേസ്റ്റും ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലെമൺ ജ്യൂസ്, പിന്നെ റൈസ് കണ്ടെയ്നിങ് പെബിൾസ് ആൻഡ് പാഡി, പിന്നെ മിക്സ്ചർ കണ്ടെയ്നിങ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ, ഇതൊക്കെ ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിളാണ്. ഓക്കെ, നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചേഴ്സ്, ഹെട്രോജീനിയസ് മിക്സ്ചർ, ഹോമോജീനിയസ് മിക്സ്ചർ ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിൽ കൂടെ പഠിക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്? സെപ്പറേഷൻ ഓഫ് ഡീകാൻറ്റേഷൻ ഉണ്ട്, അതേപോലെ ഫിൽട്രേഷൻ ഉണ്ട്, ഇവാപ്രേഷൻ ഉണ്ട്, യൂസിങ് മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. Students in the science club are conducting an experiment related to the separation of mixture. The mixture contain water, salt, aluminum powder and pin. അപ്പോൾ ഈ മിക്സ്ചർ എന്തൊക്കെ ഉണ്ട്? അതിൽ വാട്ടർ ഉണ്ട്, അതേപോലെ സാൾട്ട് ഉണ്ട്, അലൂമിനിയം പൗഡർ ഉണ്ട്, പിന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. Which are the 3 methods used to separate ingredients from mixtures? അപ്പോൾ ഏതെങ്കിലും ഒരു 3 മെത്തേഡ് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ വാട്ടർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, അലൂമിനിയം പൗഡർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദീസ് മിക്സ്ചർ ക്യാൻ ബി യൂസിങ് എ സീവ്. ഒരു സീവ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എന്താക്കാം, സീവ് ഉപയോഗിച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ സോൾട്ടിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഈസ് ബൈ ഇവാപ്രേഷൻ. പിന്നെ അലൂമിനിയം പൗഡർ ആൻഡ് പിന്നെ എങ്ങനെ നമുക്ക് ചെയ്യാം? മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ സെപ്പറേറ്റഡ് ബൈ മാഗ്നറ്റ്. അപ്പോൾ ഇതിനെ അലൂമിനിയത്തിന് നമുക്കൊരു സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പം വാട്ടറും സോൾട്ടും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇതൊക്കെയാണ്. ചാപ്റ്ററിൽ നമുക്ക് 3-4 പോയിൻറ്റ്സേ ഉള്ളൂ കറക്റ്റായിട്ട് പഠിക്കാനുള്ളത്. സെപ്പറേഷൻ പഠിക്കുക, അതേപോലെ ഹോമോജീനിയസ്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുക, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ഏതാണെന്ന് കണ്ടെത്തി അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക, പിന്നെ ഈ ഒരു സെപ്പറേഷനും. അങ്ങനെ ഒരു 4-5 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം, യൂണിറ്റ് 10 ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എക്സോസ്കെൽട്ടൺ
എക്സോസ്കെൽട്ടനും എൻഡോസ്കെൽട്ടനുമാണ്. അപ്പോൾ എക്സോസ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സം ഓഫ് ദ ഓർഗാനിസംസ് ഹാവ് ആൻ ഇന്റേണൽ കവറിംഗ് ഓൺ ദെയർ ബോഡി, ഇറ്റ് ഈസ് കോൾഡ് എക്സോസ്കെൽട്ടൻ. എക്സോസ്കെൽട്ടൻ പ്രൊവൈഡ്സ് ഷേപ്പ് കൊടുക്കും, പിന്നെ അതേപോലെ പ്രൊട്ടക്ഷൻ ടു ദ ഓർഗാനിസം. അപ്പം സ്കെയിൽസ് ഓഫ് ഫിഷസ്, അതേപോലെ ടോർട്ടോയ്സ്, ഇതൊക്കെ എക്സോസ്കെൽട്ടൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ എൻഡോസ്കെൽട്ടൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ദ സ്കെൽട്ടൻ ഈസ് സീൻ ഇൻസൈഡ് ദ ബോഡി. സ്കെൽട്ടൻ ഏതാണ്? ഇൻസൈഡ് ദ ബോഡിയിലാണ് കാണുക, ബോഡീൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മളെ പോലെയൊക്കെ തന്നെ നമ്മുടെ സ്കെൽട്ടനൊക്കെ എന്താണ്? ഉള്ളിലാണ് കാണപ്പെടുന്നത്. ദിസ് ഈസ് കോൾഡ് എൻഡോസ്കെൽട്ടൻ. കൗ, ഗോട്ട്, ഹ്യൂമൻ ബീങ്സ്. ഇനി വിച്ച് ആർ ദ ആനിമൽസ് ഹാവിങ് എക്സോസ്കെൽട്ടൻ ആൻഡ് എൻഡോസ്കെൽട്ടൻ? ചില ആനിമൽസിന് എക്സോസ്കെൽട്ടനും അതേപോലെ എൻഡോസ്കെൽട്ടനും ഉണ്ട്. അത് ഏതൊക്കെയാണ്? ക്രോക്കഡൈൽ, ടോർട്ടോയിസ്, അലിഗേറ്റർ. ഇവയൊക്കെ എന്താണ്? രണ്ടുള്ളതാണ്. ബോത്ത് എൻഡോസ്കെൽട്ടനും അതേപോലെ എക്സോസ്കെൽട്ടനും ഉള്ളതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ബോൺ ഫ്രാക്ചറിനെ കുറിച്ചാണ്. പിന്നെ നമ്മുടെ ബോൺസിനെ പറ്റി പഠിക്കാനുണ്ട്. സ്കള്ളിൽ 22, റിബ്സിൽ 24, ലെഗിൽ 30, വേസ്റ്റ് 2, വെർട്ടിബ്രൽ കോളം 33, ഈച്ച് ഹാൻഡ് 32, ചെസ്റ്റ് ബോൺ 1. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോൺസ് ഉള്ളത്. പിന്നെ നമ്മൾ ജോയിൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഓഫ് ബോൺ ഫ്രാക്ചർ ഫ്രം എമംഗ് ദ ഫോളോയിങ്? ഹെഡ് ഏക്ക്, സ്വെല്ലിംഗ്, വോമിറ്റിംഗ്. അപ്പോൾ ഇതിൽ ഏതാണ് ബോൺ ഫ്രാക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? എന്താണ്? സ്വെല്ലിംഗ് ആണ്. എന്താണ്? സ്വെല്ലിംഗ്. ഓക്കെ, സ്വെല്ലിംഗ്. സ്വെല്ലിംഗ്. ഓക്കെ, ഇനി അടുത്തത് പിന്നെ ഡിഫിക്കൽട്ട് ടു മൂവ് ദ അഫക്റ്റഡ് ഏരിയ, പിന്നെന്താ? സ്ലൈറ്റ്ലി ബെൻഡഡ്. ഇതൊക്കെ നമുക്ക് ബോൺ ഫ്രാക്ചറിൻ്റെ ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് ആയിട്ട് പറയാം. ഓക്കെ, ഏതൊക്കെയാണ്? സ്വെല്ലിംഗ്, ഡിഫിക്കൽട്ട് ടു മൂവ് അഫക്റ്റഡ് ഏരിയ, സ്ലൈറ്റ്ലി ബെൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ് സജസ്റ്റഡ് അറ്റ് ദിസ്? ഒരു ബോൺ ഫ്രാക്ചറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് സജസ്റ്റഡ്, കംപ്ലീറ്റ് സ്യൂട്ടബിൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ചേഞ്ച് ഇൻ ദ പൊസിഷൻ, ഡിസ്ലൊക്കേഷൻ. അതായത് ബോണിൻ്റെ ഒരു പൊസിഷനിൽ മാറ്റം വരുന്നതാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. ബ്രേക്കിംഗ് ഓഫ് ബോൺസിന് എന്താ പറയുക? ബ്രേക്കിംഗ് ഓഫ് ബോൺസ്, ബോൺ ഫ്രാക്ചർ അല്ലേ? അതായത് എഴുതിയാൽ മതി, ബോൺ ഫ്രാക്ചർ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്ട് വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ് ഏതൊക്കെയാണ്? ഡു നോട്ട് മൂവ് ദ അഫക്റ്റഡ് പാർട്ട്. ഒരു കാരണവശാലും അഫക്റ്റഡ് പാർട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റില്ല. ഒടിഞ്ഞതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒടിയും. ഓക്കെ, ഡു നോട്ട് മൂവ് ദ അഫക്റ്റഡ് പാർട്ട്. ടൈ എ സ്പ്ലിൻറ്റ് ഓൺ ദ അഫക്റ്റഡ് പാർട്ട് സോ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബ്ലോ. ഒരു സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണം, ഒരു താങ്ങ് പോലെ ഒരു എന്തെങ്കിലും സ്പ്ലിൻറ്റ് നമ്മൾ അഫക്റ്റഡ് പാർട്ടിൽ കൊടുക്കുക. സോ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് മൂവ്, അത് മൂവ് ചെയ്യില്ല. ആൻഡ് വുഡൻ സ്കെയിൽ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്പ്ലിൻറ്റ്. വുഡൻ സ്കെയിലൊക്കെ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ്. ക്ലാസിഫൈ ദ ഓർഗാനിസം ഓൺ ദ ബേസിസ് ഓഫ് സ്കെൽട്ടൻ സിസ്റ്റം. അപ്പോൾ ഇതിനെ സ്കെൽട്ടൻ സിസ്റ്റത്തിൻ്റെ ഇതിൽ നമ്മൾ, അതായത് എൻഡോസ്കെൽട്ടൻ ആണോ അതേപോലെ എക്സോസ്കെൽട്ടൻ ആണോ എന്ന് നമ്മൾ പറയണം. അപ്പോൾ സ്നേക്ക് എന്താണ്? ഓക്കെ, സ്നേക്ക് എന്താണ്? സ്നേക്ക് എൻഡോസ്കെൽട്ടൻ ആണോ എക്സോസ്കെൽട്ടൻ ആണോ? സ്നേക്ക് എന്ന് പറയുന്നത് എൻഡോസ്കെൽട്ടനും ആണ് എക്സോസ്കെൽട്ടനും ആണ്, ബോത്താണ്. ഓക്കെ, പിന്നെ ഫ്രോഗ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രോഗ് എന്ന് പറയുന്നത് എൻഡോസ്കെൽട്ടൻ ആണ്, എൻഡോസ്കെൽട്ടൻ. അപ്പോൾ എൻഡോസ്കെൽട്ടന് നമുക്ക് എന്ത് എഴുതാം? ഫ്രോഗ് എഴുതാം. ഓക്കെ, ഫ്രോഗ്. പിന്നെ ബി എന്താണ്? എക്സോസ്കെൽട്ടൻ ആണ്. എക്സോയിൽ നമുക്ക് ബി എഴുതാം. ഓക്കെ, ബി. ഇനി ഡക്ക് എൻഡോസ്കെൽട്ടനിൽ വരുന്നതാണ്. ഡക്ക് എൻഡോസ്കെൽട്ടൻ. സ്പൈഡർ ഏതിലാണ് വരുന്നത്? ഇതിലാണ്, എക്സോ ആണ് സ്പൈഡർ. പിന്നെ ടൊട്ടോയിസ് ഏതിലാണ് വരുന്നത്? ബോത്തിലാട്ടോ, രണ്ടിലുമാണ്. രണ്ട് എൻഡോസ്കെൽട്ടനും ആണ് അതേപോലെ എക്സോസ്കെൽട്ടനും ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മളൊരു പോയിൻ്റ് വിട്ടുപോയിട്ടുണ്ട്. ജോയിൻസിനെ പറ്റിയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. നെയിം ഓഫ് ജോയിൻറ്റ്, ബോൺ ആൻഡ് സോക്കറ്റ്, ബോഡി പാർട്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും. ഓക്കെ, അപ്പം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന് ഫ്രീലി മൂവബിൾ ആണ്. ദ ബോൾ ഓഫ് വൺ റൊട്ടേറ്റ്സ് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ. ഇത് ഏതാണ്? ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റും ആണ് ഈ ബോഡി പാർട്സ്. പിന്നെ അടുത്തത് എന്താണ്? ഹിഞ്ച് ജോയിൻറ്റ്. എൽബോ നീ ലൈക്ക് എ ഹിഞ്ച് ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ.
ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അതെവിടെ കാണുന്നത്, എവിടെ ഈ ഹിഞ്ച് ജോയിൻറ്റ് കാണുന്നതെന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന എൽബോ, നീ അതേപോലെ ബോൾ ആൻഡ് സോക്കറ്റ്, ഷോൾഡർ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്, പിവറ്റ് ജോയിൻറ്റ്, നെക്ക്. ഓക്കെ, എ ബോൺ ടേൺസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അറ്റ് ആൻ ആക്സിസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചാപ്റ്ററാണ് പെട്ടെന്ന് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. ഒരുപാട് വീഡിയോസ് 6ാം ക്ലാസ്സിൻ്റെ ഈ ഓൺലൈൻ ക്ലാസ്സിലുണ്ട്. ആദ്യം തന്നെ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് 6ാം ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടാണ് തുടങ്ങിയത്. പിന്നെ 7, 8 ഒക്കെ അങ്ങനെ പോയതാണ്. ആദ്യം തുടങ്ങിയത് 6ാം ക്ലാസ്സിൻ്റെ പാഠഭാഗങ്ങൾ വീഡിയോ ചെയ്തിട്ടാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് 6ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തപ്പാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വിക്ടസ് ചാനൽ, കൊറോണ കാലത്ത് വിക്ടസ് ചാനലൊക്കെ ആ സമയത്തൊക്കെ ഒരുപാട് വീഡിയോസ് വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓരോ ഭാഗവും വിശദമായിട്ടുണ്ട്. അതൊക്കെ തപ്പാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് മുന്നേ ഉള്ള വീഡിയോസാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ നോക്കാം. ഓക്കെ, പിന്നെ പറഞ്ഞ പോലെ ടെക്സ്റ്റുമായിട്ട് നല്ല അടിപൊളിയായിട്ട് ടെക്സ്റ്റ് വായിക്കാം. ടെക്സ്റ്റ് വായിക്കുക, അതിലുള്ള പിക്ചേഴ്സും ചിത്രങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, താങ്ക് യു.